ഐ എം ഷെഫ് ലിഷൻ. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഏലാഞ്ചി അഥവാ മുട്ടക്കുഴലപ്പം, ലവ് ലെറ്റർ, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു സ്നാക്കാണ് ഏലാഞ്ചി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. മുട്ടക്കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അടുത്തതായി ഈ മുട്ടയിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ മാവും കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഈ കൺസിസ്റ്റൻസി നമുക്ക് ഈ ബാറ്റർ കിട്ടണം. അധികം ലൂസും ആകരുത്, എന്നാൽ അധികം ടൈറ്റും ആകരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം നല്ല സൂപ്പറായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള സ്റ്റഫിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് പാൻ നല്ലപോലെ ചൂടാക്കിയ ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നെയ്യ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അടുത്തതായി ഏത്തക്ക ചെറിയ ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്ത്, ഏത്തക്കയുടെ സീഡ് എല്ലാം മാറ്റി ചെറിയ ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്ത് നമ്മുടെ മെൽറ്റായ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റുന്ന പറഞ്ഞാൽ ആ ഏത്തക്കയുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറും. ആ ലെവൽ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്ന വെച്ചാൽ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് നമ്മുടെ ഈ സോട്ട് ചെയ്ത ഏത്തക്കായിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരമുറി തേങ്ങ മതിയായിരിക്കും. അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റായി നമ്മുടെ സ്റ്റഫിങ് സെറ്റായിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റി മാറ്റി വെക്കുക. ഇനി ഇതിനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു തവയെടുത്ത് തവയിൽ നമുക്ക് നമ്മുടെ മുട്ടക്കുഴലപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്ത് ദോശ ചുടുന്ന പോലെ തന്നെ ഇതുപോലെ പരത്തി ഒരെണ്ണം ഇതുപോലെ ചുട്ടെടുക്കുക. മുട്ടക്കുഴലപ്പത്തിൻ്റെ ഒരു സൈഡിലെ കളർ ഉണ്ട് ഇതുപോലെ വൈറ്റ് കളറെല്ലാം മാറി നല്ലപോലെ മഞ്ഞ കളറായി വരുന്ന സമയം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് അപ്പുറത്തെ സൈഡ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു സൈഡ് 30 സെക്കൻഡ് വീതം കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് ഇത് വേഗുന്നതായിരിക്കും. അപ്പോൾ 30 സെക്കൻഡ് വീതം ഓരോ സൈഡും കുക്ക് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ ചുട്ടെടുക്കാം. ചുട്ടെടുത്ത് വെച്ചേക്കുന്ന ഒരു മുട്ടക്കുഴലപ്പം അഥവാ ഏലാഞ്ചി ഒരെണ്ണം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മൾ വെച്ചേക്കുന്ന സ്റ്റഫിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റഫിങ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നടുക്ക് വെക്കാതെ ഈ സൈഡിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ നല്ലപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ടൈറ്റ് റോളിങ് ആയിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഫിങ് നിന്ന് വെളിയിൽ പോകും. അപ്പോൾ 2 വശം ഇതുപോലെ മടക്കിയ ശേഷം അതിൻ്റെ സൈഡിൽ ഇതുപോലെ 2 സൈഡിലും ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും നമ്മൾ റോൾ ചെയ്ത് നല്ല ടൈറ്റ് റോളാക്കി മാറ്റുക. അപ്പോൾ ഈ സൈഡ് ഇതുപോലെ മടക്കുന്ന വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ആ സ്റ്റഫിങ് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി സൈഡിൽ ഇതുപോലെ മടക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ റോളും ഇതുപോലെ മടക്കി എടുത്തു കഴിഞ്ഞാൽ കിഡിലിനൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ലവ് ലെറ്റർ അഥവാ ഏലാഞ്ചി മുട്ടക്കുഴലപ്പം അങ്ങനെ വിവിധ ഇനം പേരുകൾ അറിയപ്പെടുന്ന ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിഡിലൻ സ്നാക്കാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ഏലാഞ്ചി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലവ് ലെറ്റർ അഥവാ ഏലാഞ്ചിയുടെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.